ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുരേവ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദങ്ങളെ ഈശ്വരപ്രോക്തം എന്നാണ് പൊതുവെ പറയുന്നത്. ഏതൊരു മഹത് ശക്തിയാണോ ഈ പ്രപഞ്ചത്തെ ആവിഷ്കരിച്ചത്, ആ മഹശക്തി തന്നെയാണ് ഈ പ്രപഞ്ചരത്നങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെയും ആവിഷ്കരിച്ചത്. നമുക്കറിയാം, ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും ഒക്കെ ഉപജ്ഞാതാക്കളുണ്ട്. ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്മൃതി ഗ്രന്ഥങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ വേദമില്ലാത്ത ഒരു കാലഘട്ടം നമുക്കില്ല. വേദം സൃഷ്ടിയോളവും പ്രാചീനമാണ്. വേദത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമാണ്: ഈശ്വര നിശ്വാസിതവ്യം വേദം എന്നാണ്. ഈശ്വര നിശ്വാസിതം വേദം, അതായത് ഈശ്വരന്റെ ശ്വാസോച്ഛ്വാസം പോലെ അനായാസകരമായിട്ട് നിർഗളിച്ചതാണ് വേദം. ഈശ്വരൻ എന്ന പദത്തിന്റെ സൂചനയൊക്കെ അത്യന്തം രസകരമാണ്. വേദത്തിൽ ഈശ്വരനെ കുറിച്ച് പ്രഖ്യാപിക്കുന്ന ഇപ്രകാരമാണ്: സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അസംഖ്യം കൈകളിലൂടെയും ശിരസ്സുകളിലൂടെയും കൈകളിലെയും കാലുകളിലൂടെയും ഒക്കെ പ്രവർത്തിക്കുന്ന ആ കരചരണങ്ങളെ മുഴുവൻ പ്രവർത്തന യോഗ്യമാക്കുന്ന മഹാശക്തിയാണ് ആ മഹാപൊരുൾ. അതിന്റെ പ്രകടനമാണ് ഈ സൃഷ്ടി മുഴുവനും. ഇപ്പൊ ഈ കാണുന്ന സകല ചരാചരങ്ങളും ആ മഹാശക്തിയുടെ അനിഷേധ്യമായ പ്രകടനമാണ്. ഇതാണ് ഈശ്വരനെങ്കില് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ സഹസ്രശീർഷനായ പുരുഷൻ വേദത്തെ പ്രഖ്യാപിക്കുന്നത്? ഈശ്വരപ്രോക്തമാണ് വേദം, ഈശ്വര നിശ്വസിതമാണ് വേദം, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാം. കാരണം വേദപ്രതിപാദനങ്ങളെ നിഷേധിക്കാനുള്ള യുക്തി നമുക്കില്ല. അവയെ അന്യഥാവൽക്കരിക്കാനുള്ള ഒരു യുക്തിഭദ്രത മനുഷ്യബുദ്ധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണ് ഈശ്വരൻ? ഈശ്വരപ്രോക്തം എന്ന് പറയുമ്പോൾ അസംഖ്യം ശിരസ്സുകളിലൂടെയും കൈകളിലൂടെയും കാലുകളിലൂടെയും ഒക്കെ പ്രവർത്തനയോഗ്യമാകുന്ന ഒരു ശക്തി, ആ ശക്തി അസംഖ്യം ശരീരങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്തിലുണ്ടാവും. എല്ലാ ശരീരങ്ങളും അദ്ദേഹം ഉണ്ട്, ഞാൻ ഒഴികെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സർവം എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും പ്രവർത്തന യോഗ്യമാക്കുന്നത് കൊണ്ട്. അപ്പോ ആ ഒരു പരമപുരുഷനായ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ, പ്രപഞ്ച ആകാരമായ ആ ശക്തി, സമസ്ത പ്രാണികളിലും സന്നിഹിതമായ ആ ശക്തിയെ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും സാക്ഷാത്കരിക്കുവാനുള്ള ഒരു സവിശേഷത മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ ശക്തിയെ സാക്ഷാത്കരിക്കുമ്പോൾ അവൻ അമാനുഷികനായിട്ട് മാറുന്നു. ഇതൊരു സാധ്യതയല്ല, വസ്തുതയാണ്. അങ്ങനെ സാക്ഷാത്കരിച്ച ആളാണ് ഋഷി. അങ്ങനെ സാക്ഷാത്കരിച്ചവർ പറയുമ്പോൾ അതിനെ ഋഷിപ്രോക്തം എന്ന് വിളിക്കുന്നു. ഋഷീശ്വരന്മാരാൽ പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനാൽ ഈശ്വരപ്രോക്തം തന്നെയാണ് ഋഷിപ്രോക്തം, ഋഷിപ്രോക്തം തന്നെയാണ് ഈശ്വരപ്രോക്തം. സഹസ്രശീർഷനായ ഒരാൾക്ക് വേദം പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് അതിൽ സിംഹത്തിന്റെ ഗർജനം പോലെയും കുറുക്കന്റെ ഓരിയിടലും പോലെയും പക്ഷികളുടെ കലകാരവും പോലെയൊക്കെ ആകും, ഇല്ലേ? അനേകം ശിരസ്സുകളുടെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാല് ഒരു മനുഷ്യനത് ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സർവശരീരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ദൈവത്തെ സ്വജീവിതത്തിൽ സാക്ഷാത്കരിച്ചവനാണ് ഋഷി. അതിനാൽ ഈശ്വരപ്രോക്തം എന്ന വേദപ്രഖ്യാപനത്തെ ഭഗവാൻ ശങ്കരാചാര്യർ പ്രഖ്യാപിക്കുന്നത് ഈശ്വരപ്രോക്തം എന്നാൽ ഋഷിപ്രോക്തം തന്നെയാണ്. ആരായിരുന്നു വാൽമീകി? സാധാരണ മനുഷ്യനിൽ നിന്നും താഴ്ന്ന ഒരു ജീവിതം നയിച്ച, കൊള്ളയും കൊലപാതകവും നടത്തി ജീവിച്ച ഒരു കാട്ടാളൻ. പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു സത്സംഗത്തിന് അദ്ദേഹം വിധേയമാവുന്നു. ആ സത്സംഗത്തിന്റെ ഫലമായി വലിയൊരു പരിവർത്തനം ഉണ്ടാവുന്നു.
ഭഗവത് നാമം ജപിച്ചുകൊണ്ട് തപസാ നദിയുടെ തീരത്തുകൂടി അദ്ദേഹം തപസ്സനുഷ്ഠിക്കുന്ന ഒരു ദിവസം ഒരു ദൃശ്യം കാണുവാനിടയാകും. മരച്ചിലയിലിരുന്ന രണ്ടിനപ്പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്നു. ആ ഇണയുടെ വിലാപം, ഇതാണ് ദൃശ്യം. സാധനാമാർഗങ്ങളിലൂടെ ചലിച്ചുകൊണ്ടിരുന്ന രത്നാകരിൽ നിന്നും ആ വേടന്റെ നേരെ ഉതിർന്ന ശാപവാക്കുകള് പിന്നാലെ വന്ന ഒരു മുനികുമാരൻ ഓലയിൽ എഴുതിയെടുക്കുന്നു. അർത്ഥസമ്പുഷ്ടിയിലെ വാക്കുകള് അദ്ദേഹം വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. അതിസുന്ദരമായ കാവ്യഭംഗി. കുറെ ദിവസം കഴിഞ്ഞ മനുകുമാരൻ ഈ ഓല കൊണ്ട് രത്നാകരനെ കാണിക്കുന്നു. അങ്ങിത് ഇന്ന സമയത്ത് പറഞ്ഞതാണ്, ഇതെന്താണ് ഇതിന്റെ അർത്ഥം? അദ്ദേഹം തന്നെയാണത് പറഞ്ഞതെങ്കിലും ആ സമയം തന്റെ വ്യക്തിത്വം പൂർണ്ണമായിട്ടും വിസ്മരിച്ചൊരു സന്ദർഭമായിരുന്നു. ഞാൻ വിദ്യയില്ലാത്തവനാണ്, ഗതകാലത്തിൽ ക്രൂരകർമ്മങ്ങളൊക്കെ ചെയ്തയാളാണ്, ഇതൊക്കെ ഇല്ലാതായ ഒരു മുഹൂർത്തമായിരുന്നു അത്. ആ സമയത്താണ് ആ വാക്കുകൾ ഉച്ചരിച്ചത്. ഗതകാലവുമായി ഒരു ബന്ധവുമില്ലാത്ത സമയമായിരുന്നു. വിടയുന്ന പക്ഷിയുടെ വേദന തന്റെ വേദനയായി തോന്നിയ നിമിഷം തന്നെ ആ പക്ഷിയുടെ സ്ഥാനത്ത് നിർത്തിയതായ ഭാവത്തെയാണ് സർവഭൂതാത്മകത്വം എന്ന് പറയുന്നത്. ഭഗവാൻ ശങ്കരാചാര്യര് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്ന സർവാത്മകത്വമിതി സ്ഫുടീകൃതമിതം, ആ സർവാത്മകത്വമാണ് ആധ്യാത്മികതയുടെ ഔന്നത്യം എന്ന് പറയുന്നത്. ഞാനും ആ പക്ഷിയും ഒന്നാണെന്ന് തോന്നി. അതേസമയം ഞാൻ ഇല്ലാതാവുന്ന അവസ്ഥ. ഞാൻ ഇല്ലാതായിട്ടും എന്താണോ തന്നിൽ നിന്നും ആവിർഭവിച്ചത് അത് പിന്നെ ആരുടെ വാക്കാണ്? രത്നാകരന്റെ വാക്കല്ല, മൈനസ് രത്നാകരന്റെ വാക്കാണ്. അത് ഈശ്വരന്റെ വാക്കാണ്. അതേസമയത്ത് രത്നാകരന്റെ ശബ്ദവുമാണ്. അതിനാൽ ഈശ്വരപ്രോക്തം തന്നെയാണ് ഋഷിപ്രോക്തം, ഋഷിപ്രോക്തം തന്നെയാണ് ഈശ്വരപ്രോക്തം. അങ്ങനെ രത്നാകരൻ എന്ന കാട്ടാളന് അല്പനിമിഷം ഈ ദൃശ്യം കണ്ടപ്പോൾ അഹങ്കാരമില്ലാതായി. പക്ഷെ നമ്മുടെ പൂർവ്വ പ്രപിതാമഹന്മാരൊക്കെ ഒരു നിശ്ചിതമായ അച്ചടക്ക പദ്ധതിയിലൂടെ, താപസികമായ ചിന്തയിലൂടെ എന്നേക്കുമായി ഈ അഹന്തയെ നിരാസം ചെയ്ത് അതിലൂടെ അനന്തമായ പരമമായ സ്വരൂപത്തിലേക്ക് എപ്പോഴും പ്രവഹിക്കുവാനുള്ള ഒരു ആഭിമുഖ്യം സൃഷ്ടിച്ചിരിക്കുന്നു. അഹന്തയുടെ നിരാസം അവർക്ക് സ്വാഭാവികമാണ്. അതിനാൽ വേദാന്തർഗതമായ ഉപനിഷത്തുക്കളെല്ലാം ഋഷിപ്രോക്തങ്ങളാണ്. ഇതാണ് ഇതിന്റെ ആധികാരികത. അതേസമയം മനുഷ്യ മനസ്സുകളെ കീഴടക്കുവാനുള്ളൊരു സമീപനം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 സംജ്ഞകളിലാണ് വേദം അറിയപ്പെടുന്നത്. ശ്രുതി എന്നതിനെ വിളിക്കുന്നു. കേട്ടത് അലിഖിത സാഹിത്യമാണ് വേദം. ഇന്നും അത് സജീവമാണ്. പ്രഗത്ഭന്മാരെ തപസ്സുകളിലൂടെ ഈ പൈതൃകം കൈമാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അനാദികാലമായി ഒഴുകി വന്ന ഈ വൈദികമായ പാരമ്പര്യം പല കാലഘട്ടത്തിലും പല അപചയങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. നമുക്കറിയാം, കാലം എത്ര സംസ്കാരങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്, എത്ര രാഷ്ട്രങ്ങളെ അപ്രത്യക്ഷമാക്കിയിട്ടുണ്ട്, എത്ര വംശങ്ങൾ, സസ്യങ്ങള്, ജീവജാലങ്ങൾ ഒക്കെ ഈ ഭൂമിയിൽ എന്നേക്കുമായി അപ്രത്യക്ഷമായിട്ടുണ്ട്. കാലം ഏറ്റവും വലിയ ഒരു സംഹാര ശക്തിയാണ്. സ്വാഭാവികമായിട്ടും വൈദിക പാരമ്പര്യവും അങ്ങനെ കാലത്തിന് വിധേയമായി. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അതിന് ചില അപചയങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ അപചയം സംഭവിച്ചപ്പോഴാണ് ഐതിഹാസികവും പൗരാണികമായ ചില സമീപനങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളൊക്കെ പഞ്ചമവേദം എന്നാണ് പറയുന്നത്. വേദത്തിലെ ആശയങ്ങൾ തന്നെയാണ്, പക്ഷെ നമുക്ക് ഓരോരുത്തരും ഹൃദ്യമായ രൂപത്തില് ശൈലിയിൽ അവതരിപ്പിച്ച ഒരു രീതി നമ്മുടെ ജീവിത രീതിയുമായിട്ട് വളരെയധികം ബന്ധമുള്ളതിന് വ്യാസനും വാൽമീകിയും മറ്റാചാര്യന്മാരും ഒക്കെ വേദത്തെ സാധാരണക്കാരിൽ എത്തിക്കുന്നതിനുള്ളൊരു ശൈലിയാണ് സ്വീകരിച്ചത്. വൈദിക കാലഘട്ടത്തില് ക്ഷേത്രങ്ങളില്ലായിരുന്നു. നമ്മുടെ പൂർവ്വന്മാർ ആരാധിച്ചിരുന്നത് പ്രകൃതിയാണ്. അഗ്നി നമുക്ക് ഈശ്വരനാണ്, ഭൂമി നമുക്ക് ഈശ്വരനാണ്, വായു നമുക്ക് ഈശ്വരനാണ്, സമുദ്രം നമുക്ക് ഈശ്വരനാണ്. പ്രത്യക്ഷമായ ദൈവങ്ങളായിരുന്നു പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ.
അപ്പൊ വൈദിക കാലത്ത് മനുഷ്യനും പ്രകൃതിയും അത്രയും ഒരു ബന്ധമുണ്ടായിരുന്നു. സൂര്യോ ബ്രഹ്മേ പ്രകാശിതം. പ്രത്യക്ഷമായ ദൈവമായിരുന്നു സൂര്യൻ, ഊർജത്തിന്റെ മുഴുവൻ കേന്ദ്രം. സമുദ്രോ ബ്രഹ്മേ പ്രകാശിതം. നമോ ബ്രഹ്മണേ, ഞാനിതാ ബ്രഹ്മത്തെ നമസ്കരിക്കുന്നു. പക്ഷെ അത് ബ്രഹ്മത്തെ എങ്ങനെയാ നമസ്കരിക്കുക? അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടണ്ടേ? ഞാനിവിടെ പലതരത്തിലുള്ള ദുഃഖങ്ങളെയും സംഘർഷങ്ങളെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനാണ് ബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നാവില്ല. അതുകൊണ്ട് ഞാൻ ബ്രഹ്മം ആണെങ്കിലും നമോ ബ്രഹ്മണേ, നമസ്തേ വായു. ഞാൻ ബ്രഹ്മമാണെങ്കിലും അതിനെ അറിയുവാനുള്ള ആന്തരികമായ പക്വത ഇല്ലാത്തതിനാൽ ഞാൻ അങ്ങേ വായുവിന്റെ രൂപത്തിൽ നമസ്കരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, അങ്ങ് പ്രത്യക്ഷമായ ദൈവമാണ്. ഓരോ നിമിഷവും ശുദ്ധവായു തന്നുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സൂര്യൻ പ്രത്യക്ഷമാണ്, വായു പ്രത്യക്ഷമാണ്, സമുദ്രം പ്രത്യക്ഷമാണ്, അഗ്നി പ്രത്യക്ഷമാണ്. പിന്നീട് പൗരാണിക കാലത്ത് ദശാവതാര സങ്കല്പങ്ങളൊക്കെ വന്നു. അപ്പൊ വേദത്തിന്റെ പ്രഥമ ഭാഗത്തെ നമ്മൾ മന്ത്രം അല്ലെങ്കിൽ സംഹിത എന്ന് പറയുന്നു. രണ്ടാമത്തെ ഭാഗം ബ്രാഹ്മണങ്ങളാണ്. മൂന്നാമത്തെ ഭാഗം ആരണ്യകം, അവസാന ഭാഗം ഉപനിഷത്തുകള്. മന്ത്രഭാഗത്തില് പ്രകൃതിയെ മുഴുവൻ വർണ്ണിക്കുക, പ്രകൃതിയെ കുറിച്ചുള്ള സ്തുതികള്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ ലക്ഷ്യം പ്രധാനമായിട്ടും മനുഷ്യ മനസ്സിന്റെ വികാസമാണ്. അത് പ്രാദേശികതയും ദേശീയതയും ഒക്കെ അതിക്രമിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ വിസ്തരിക്കുകയാണ്. ഒരു അദൃശ്യ ശക്തിയുടെ വിലാസമായിട്ട് വേദം പഠിക്കുന്നതായ ബ്രഹ്മചാരികള് ആ പഠന സമയത്ത് തന്നെ വിശാല മനസ്കരാകുന്നു, അല്ലെങ്കിൽ ആവണം. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അവരെ സ്വാർത്ഥതയിലേക്ക് ഉള്ളിലേക്ക് ഒതുക്കുകയാണല്ലേ. വിശാലതയിലാണ് സഹിഷ്ണുത നിലകൊള്ളുന്നത്. വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളെ, സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ശക്തി നമ്മുടെ പൈതൃകത്തിന്റെ സവിശേഷതയാണ്. അങ്ങനെ വൃക്ഷത്തെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും ഒക്കെയുള്ള വർണ്ണനയും സ്തുതികളുമാണ് മന്ത്രം അല്ലെങ്കിൽ സംഹിതയിലുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. ഇതര ജീവജാലങ്ങളിലും ഭിന്നമായ കഴിവുകളൊക്കെ ശക്തിയെ നമ്മൾ അതുകൊണ്ട് ആദരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ഭാഗം ബ്രാഹ്മണ ഭാഗത്ത് മനുഷ്യൻ വളർന്നു വരുന്നതായ സമയത്ത് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ കാണുന്നു. കാരണം ഭിന്ന രുചിയുള്ളതാണ് ലോകം. സ്വാഭാവികമായിട്ടും ഭോഗങ്ങളോടുള്ള ആസക്തി, ധനത്തിനോടുള്ള ആസക്തി, വംശാഭിവൃദ്ധിക്കുള്ള ആസക്തി, സുരക്ഷിതത്വത്തിനുള്ള ആസക്തി, വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുവാനുള്ള ആസക്തി, ഇതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യ മനസ്സിന് തോന്നുന്നതാണ്. അതുകൊണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളും ഭൗതികമായ വസ്തുക്കളെ സഞ്ചയിക്കുവാൻ വേണ്ടി, അതിന് ഉപഭോഗത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു. അതിനുള്ള മാർഗങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നു. വിവിധങ്ങളായ യാഗയജ്ഞങ്ങള് ഇവിടെ ജീവിക്കുമ്പോഴും ഇവിടുന്ന് പോയ ശേഷവും നമുക്ക് നേടാവുന്ന സുഖഭോഗങ്ങളെ കുറിച്ച്, ഭൗതിക നേട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ബ്രാഹ്മണ ഭാഗം. ഓർമ്മിക്കുക, വേദത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആധ്യാത്മിക മാത്രമല്ല പറയുന്നത്. വേദം മനുഷ്യരാശിക്ക് മുഴുവനുള്ളതാണ്. അതുകൊണ്ട് ഭൗതികങ്ങളായ പല കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സകലരുടെയും ഭൗതികവും ആധ്യാത്മികവുമായ ശ്രേയസിനെ കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഭൗതിക രംഗങ്ങളെ നേടുകയും മത്സര ബുദ്ധിയോടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്താൽ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ഊർജത്തിന് വ്യയമൊക്കെ സംഭവിച്ചു തുടങ്ങും. കർമ്മത്തിലൊരു വിശ്രാന്തി വേണമെന്ന് നമുക്ക് തോന്നും. കർമ്മത്തെ വെറുത്തിട്ടൊന്നുമല്ല, ഒരു വിശ്രാന്തി വേണമെന്ന് നമുക്കൊക്കെ ഉള്ളിൽ തോന്നും. കുറെ കഴിയുമ്പോൾ മതി എന്ന് തോന്നി തുടങ്ങും. ഭൗതിക പദാർത്ഥങ്ങളുടെ പരിമിതികൾ മെല്ലെ മെല്ലെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. കാരണം ഇത് നേടിയവരാരും പൂർണ്ണ സംതൃപ്തരായിരുന്നിട്ടില്ല.
അങ്ങനെ അവർ കർമ്മരംഗത്തു നിന്നും മെല്ലെ മെല്ലെ പിന്മാറി വിജനങ്ങളായ സ്ഥലങ്ങളിൽ പോയി ഏകാന്തതയോടെ ജീവിതം നയിക്കുവാൻ തുടങ്ങി. ഈ ജീവിതചര്യയാണ് മൂന്നാം ഭാഗത്ത് പ്രതിപാദിക്കുന്ന ആരണ്യകം, നമ്മുടെ വാനപ്രസ്ഥം. ബഹളം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും സ്വയം വിരമിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ജീവിച്ചു വന്നതായ ശൈലി ഇല്ലാതാവുന്നില്ല. അതിന്റെ വാസന നമ്മളെ പിന്തുടരും എന്തായാലും, അല്ലേ? അതുകൊണ്ട് അവർ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനുള്ള ഉപാസനകൾ അനുഷ്ഠിച്ചു. സത്യത്തെ അറിയുവാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഇതാണ് നമ്മുടെ പരമ്പരാഗതമായ രീതി. ഇങ്ങനെ പക്വമായ മനസ്സ് സത്യത്തെ സ്വീകരിക്കുവാൻ തയ്യാറാവും. ഇതാണ് വേദത്തിന്റെ അന്ത്യഭാഗത്ത് പ്രതിപാദിക്കുന്നതായ വേദാന്തം അഥവാ ഉപനിഷത്തുകൾ. ഇങ്ങനെ 4 രീതികൾ നമുക്കെല്ലാ വേദത്തിലും കാണാം. ഋഗ്വേദത്തിൽ ഋഗ് മന്ത്രം, ഋഗ് ബ്രാഹ്മണം, ഋഗ് ആരണ്യകം, ഋഗ് ഉപനിഷത്തുകൾ. അതുപോലെ യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും ഒക്കെ ഈ 4 ഭാഗങ്ങളുണ്ട്. സാമാന്യേന ഉപനിഷത്തുകൾ കാണപ്പെടുന്നത് വേദത്തിന്റെ അന്തിമ ഭാഗത്താണ്. പക്ഷേ എല്ലാ ഉപനിഷത്തുക്കളും വേദത്തിന്റെ അന്തിമ ഭാഗത്ത് വരുന്നില്ല. പ്രത്യേകിച്ചും ഇവിടെ എടുക്കുന്ന ഐതിരേയ ഉപനിഷത്ത് ബ്രാഹ്മണ ഭാഗത്ത് വരുന്ന ഉപനിഷത്താണ്. ഋഗ്വേദ അന്തർഗതമായ ഉപനിഷത്താണ് ഐതരേയ ഉപനിഷത്ത്. ഉപ സമീപ്യ എന്നർത്ഥം. നീ എന്നാൽ നയിക്കപ്പെടുന്നത്, ഷത് എന്നാൽ ഇരിക്കുക, സമീപത്ത് ഇരിക്കുക, സമീപത്തിരുന്ന് പഠിക്കുക. ഒരു ഗുരുവിന്റെ മുഖത്തു നിന്നും നേരിട്ട് ശ്രവിച്ച് പഠിക്കേണ്ടതാണ് ഉപനിഷത്തുകൾ. ഇന്നിപ്പോ നമുക്ക് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്വീകരണ മുറിയിലിരിക്കാം, അടുക്കളയിലിരിക്കാം, അവിടെ ഇരുന്ന് പഠിക്കാം. പക്ഷേ ഉപനിഷത്ത് പഠനം ഒരു ഗുരുമുഖത്ത് നിന്ന് നേരിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ നാം ഏകദേശം വൈദിക സാഹിത്യത്തിന്റെ ഒരു ചിത്രം കാണുകയുണ്ടായി. മന്ത്രത്തിന്റെയും ബ്രാഹ്മണത്തിന്റെയും ഭാഗങ്ങൾ ചേർത്ത് വേദത്തിലെ കർമ്മകാണ്ഡമെന്നും ആരണ്യക ഉപനിഷത്ത് ഭാഗങ്ങളെ ചേർത്തുകൊണ്ട് ജ്ഞാനകാണ്ഡമെന്നും പൊതുവെ 2 തിരിക്കാറുണ്ട്. അതുവരെ അലിഖിത രൂപത്തിലായിരുന്ന ഈ വൈദിക സാഹിത്യത്തിലെ കൃഷ്ണദ്വൈപായനൻ ലിഖിത രൂപത്തിലാക്കി അതിന്റെ കണ്ടൻസ് അനുസരിച്ച് അതിനെ എഡിറ്റ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വേദവ്യാസൻ എന്ന് വിളിക്കുന്നു. ലിഖിതമാണെങ്കിലും അതിന്റെ അന്തസത്ത ശ്രവണത്തിലൂടെ തന്നെ നടക്കുന്നു. വേറൊരു വഴിയിലൂടെയും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ഒന്നാമത് ഉച്ചാരണത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനാൽ കേട്ട് തന്നെ പഠിക്കണം. 2500 വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലത്തിന്റെ ഒരു പ്രവാഹത്തില് വലിയൊരു അപചയം ഈ സംസ്കാരത്തിൽ നേരിടുകയുണ്ടായി. വേദത്തിന്റെ താല്പര്യം മുഴുവൻ കർമ്മമാണ്. കർമ്മത്തിലൂടെ സുഖപ്രാപ്തിയാണ്, സ്വർഗപ്രാപ്തിയാണ് പരമലക്ഷ്യം എന്ന് ബഹുഭൂരിപക്ഷ ആൾക്കാരും വിചാരിച്ചു, പ്രചരിപ്പിച്ചു. ബ്രാഹ്മണ ഭാഗം കൂടുതലും പ്രചരിക്കുവാൻ അന്നത്തെ പല ആചാര്യന്മാരും അതിനെ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഓർമ്മിക്കുക, അന്നത്തെ കാലഘട്ടം നമ്മളൊന്ന് ചിന്തിക്കണം. യാതൊരുവിധ മാധ്യമങ്ങളും പ്രചാരണ ഉപാധികളും ഇല്ലാത്ത കാലഘട്ടം. കണ്ടും കേട്ടും വരുന്നതിനെ മാത്രം വിശ്വസിക്കുന്ന ഒരു സമൂഹം. സ്വാഭാവികമായിട്ടും ജന്മന ആചരിച്ചു വരുന്നതായ ആചാര രീതികളെ, കുടുംബങ്ങളെ മറ്റുള്ളവരും അനുകരിച്ചു തുടങ്ങി, പ്രമാണമായി സ്വീകരിച്ചു. യജ്ഞയാഗാദികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. വിചാരത്തിനും ശാസ്ത്ര ശ്രവണത്തിനുമുള്ള മാർഗങ്ങളെ പിന്തുടരുകയും ചെയ്തു. ജ്ഞാനമാർഗത്തെ പിന്തള്ളി കർമ്മകാണ്ഡത്തിന് കൂടുതൽ പ്രാധാന്യം കൈവന്നു. ഈ കാലഘട്ടത്തിലാണ് ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായി കപിലവസ്തു എന്ന രാജ്യത്ത് സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ ജനിക്കുന്നത്. സാധാരണ മനുഷ്യന് തോന്നുന്ന ചില സംശയങ്ങളും അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. എന്താണ് ദുഃഖം? എന്താണ് ജന്മരഹസ്യം? അദ്ദേഹം അതിന്റെ കാരണങ്ങൾ തേടി പലരെയും സമീപിച്ചു. സിദ്ധാർത്ഥ രാജകുമാരന്റെ ജീവചരിത്രം വളരെ രസകരമാണ്. അദ്ദേഹം ജനിച്ച സമയത്ത് തന്നെ രാജകുമാരനിലെ ജ്യോതിഷികളെയൊക്കെ അച്ഛൻ വരുത്തി ഭാവിയൊക്കെ നോക്കി. പൈസ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും നല്ല നല്ല പ്രവചനമൊക്കെ നടത്തി. പക്ഷെ ഒരു പണ്ഡിതൻ മാത്രം ഒരു സംശയം പറഞ്ഞു. ഇദ്ദേഹം ഒരു മഹാരാജാവാകും, അല്ലെങ്കിൽ ഒരു മഹാരാജ് ആകും.
അത്രേ പറഞ്ഞുള്ളൂ. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളെങ്കിലും ഇതിന്റെ അപകടം ശുദ്ധോധന മഹാരാജാവ് മനസ്സിലാക്കി. മഹാരാജാവാകുമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഒരു നാട്ടുരാജ്യമായിരുന്ന ശുദ്ധോധന മഹാരാജാവിന്റെ കപിലവസ്തു ചക്രവർത്തിയായി കഴിഞ്ഞാൽ വലിയ പദവിയാണ് അല്ലേ. പക്ഷെ മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്. തന്റെ മാസ്റ്ററാവും, തന്റെ ചക്രവർത്തിയാവും എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. മഹാത്മാക്കളൊക്കെ പൊതുവെ മഹാരാജ് എന്നാ വിളിക്കാൻ ഓർത്തിലൊക്കെ. അപ്പൊ മഹാരാജാവ് അതിലൊരു അപകടം മണത്ത ശുദ്ധോധന മഹാരാജാവ് ഈ സിദ്ധാർത്ഥനെ പിന്നീട് യാതൊരു ദുഃഖവും അറിയാതെയാണ് വളർത്തിയിരുന്നത്. കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ പോലും ഒരു പൂ വാടി നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല. ജരാനരകൾ ബാധിച്ചവരൊന്നും ആ കുമാരന്റെ ദൃഷ്ടിയിലേ പെട്ടിട്ടില്ല. അങ്ങനെയാണ് അത്രയാ കുമാരനെ വളർത്തിയിരുന്നത്. കാരണം അതിന്റെ കാരണം അന്വേഷിച്ചു പോകാൻ പാടില്ല. അങ്ങനെ കൗമാരം കഴിഞ്ഞു, വിവാഹമൊക്കെ കഴിഞ്ഞൊരു പുത്രനും ജനിച്ചതിന് ശേഷമാണ് അതിന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് രാജ്യത്തൊന്ന് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടിയത്. അങ്ങനെ ഇനിയിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അപകടമൊന്നുമില്ല എന്ന് ബോധ്യമായതോടെ രാജാവ് അദ്ദേഹത്തെ യാത്രയ്ക്ക് അനുവദിക്കുന്നു. ആദ്യമായിട്ട് അദ്ദേഹം രാജകുമാരൻ പുറത്തേക്ക് യാത്ര പോവുകയാണ്. ജനങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. തങ്ങളുടെ രാജകുമാരൻ ആദ്യമായിട്ടത് കാണാനുള്ള അവസരം അവരൊക്കെ വളരെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. ആ രഥം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് തേരാളിയും സിദ്ധാർത്ഥനും മാത്രമായി. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ജരാനരകളൊക്കെ ബാധിച്ച ഒരു ശരീരം നടന്നു പോകും. രഥം നിർത്താൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രൂപം കാണുന്നത്. എന്താണത്? അപ്പൊ തേരാളി പറഞ്ഞു കൊടുക്കുന്നു, നമുക്ക് ഒക്കെ ബാധിക്കും കുമാര, അങ്ങേക്ക് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാവും, എനിക്കുമാവും. പിന്നീട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു രോഗം ബാധിച്ച ഒരാളെ കാണും. വീണ്ടും രഥം നിർത്താൻ പറഞ്ഞു. ഇതും നമുക്ക് ശരീരത്തിന് ബാധിക്കുന്ന ഒന്നാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പേടകം ചുമന്നുകൊണ്ട് കുറെ ആൾക്കാർ പോകുന്നു, കുറെ ആൾക്കാർ കരഞ്ഞുകൊണ്ട് പോകുന്നതിന്റെ പിന്നാലെ. ഇതെന്താണ്? ഇത് ഒരു ഡെഡ് ബോഡിയാണ് കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ നാളെ ഇതാണ് സംഭവിക്കുന്നത്. കുറച്ചുകൂടെ രഥം മുന്നോട്ട് പോയപ്പോ കണ്ടത് ഒരാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, കയ്യിലൊന്നുമില്ല, വളരെ ആനന്ദത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പോകുന്നു. ബാക്കിയെല്ലാം കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇയാളെ പിന്നാലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വരുന്നു. രഥം നിർത്താൻ പറഞ്ഞു. താഴെ ഇറങ്ങി ചോദിച്ചു, അങ്ങേക്ക് മരണത്തെ ഭയമില്ലേ? ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത്? അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആ മരണത്തെ അതിജീവിച്ചവനാണ്. മനസ്സിലായില്ല. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സിദ്ധാർത്ഥൻ അത് മതിയായിരുന്നു, യാത്ര മതിയാക്കി തിരിച്ചു പോന്നു. വൈകുന്നേരം താണ് സിദ്ധാർത്ഥൻ മടങ്ങിയെത്തുന്നത്. രാജാവ് അക്ഷമനായി കാത്തു നിൽക്കുകയാണ്. പോയ സിദ്ധാർത്ഥനല്ല തിരിച്ചു വരുന്നത്, മുഖം മാടിയിരിക്കുന്നു. എന്തായാലും കാരണം രാവിലെ ചോദിക്കാം എന്ന് രാജാവ് കരുതി. പക്ഷേ നേരം പ്രഭാതത്തിൽ ചോദിക്കാൻ സിദ്ധാർത്ഥൻ കൊട്ടാരത്തിലുണ്ടായിരുന്നില്ല. അന്ന് അർദ്ധരാത്രിയില് യശോദ രാജകുമാരിയും രാഹുൽ എന്ന ഓമനപുത്രനെയും അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ വിട്ടുകൊണ്ട് അദ്ദേഹം കൊട്ടാരം വിട്ട് അന്തപുരം വിട്ട് പുറത്തിറങ്ങുകയാണ്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഒരു ബുക്ക് കൊണ്ട് വായിക്കണം സിദ്ധാർത്ഥന്റെ ചരിത്രമൊക്കെ. ആ കൊട്ടാരത്തിൽ വിട്ട് പോകുന്ന വൈകാരികമായ നിമിഷങ്ങളൊക്കെ അവിടെ ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഈ സമയത്ത് കുട്ടിയെ ഒന്ന് ചുംബിച്ചിട്ട് പോകണമെന്നൊരു മോഹമൊക്കെ തോന്നിയത്രേ സിദ്ധാർത്ഥന്. തിരിച്ചു വന്നു. ആ കുട്ടിയെ ഉമ്മ വെക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പിന്തിരിഞ്ഞു. കുട്ടി ഉണർന്നാൽ തന്റെ ദൗത്യം വിജയിക്കില്ല. അതുപോലും ചെയ്യാതെ അദ്ദേഹം ആ കൊട്ടാരം വിട്ടിറങ്ങുകയാണ്. നേരത്തെ തേരാളിയെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, വളരെ വേഗേറിയ കുതിരയിൽ കയറി യാത്ര തിരിക്കുന്നു. നേരം പ്രഭാതമായപ്പോൾ അതിർത്തി കടന്നു. ബിംബിസാരന്റെ രാജ അതിർത്തിയിലെത്തി. അങ്ങനെ വർഷങ്ങൾ നീണ്ടു നിന്ന സത്യമന്വേഷിച്ച് പിന്നീട് പല സ്ഥലങ്ങളിലും ആൾക്കാരോട് ചോദിച്ചു ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട്. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർക്ക് വിഹരിക്കുന്ന സ്ഥലങ്ങളാണ് ബനാറസ്, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. പക്ഷെ ആർക്കും അദ്ദേഹത്തിന്റെ സംശയം തീർത്തു കൊടുക്കാനായില്ല. അവരൊക്കെ അഗ്നിയെയും മരണനെയും തന്നെ ഒക്കെ ഉപാസിക്കുന്നവരാണ്. മാത്രമല്ല, രാജകുമാരനായ നിങ്ങൾ തിരിച്ചുപോയി രാജ്യം ഭരിക്കുകയാണ് നിങ്ങളുടെ സ്വധർമ്മം എന്നാണ് അവർ ഉപദേശിച്ചത്. പിന്നെ ഒരു വൃദ്ധനായ ഒരു പണ്ഡിതൻ മാത്രം പറഞ്ഞു, കുട്ടി ഇതിനെ അന്വേഷിച്ചാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഉത്തരം കിട്ടില്ല. ഇതിനൊക്കെ ഉത്തരം അറിയാവുന്നവര് അങ്ങ് ഹിമാലയത്തിലാണ് താമസിക്കുന്നത്, അങ്ങോട്ട് പോക്കോളെ. സിദ്ധാർത്ഥൻ പിന്നെ ആരുടെ അടുത്ത് പോയില്ല, സ്വയം ആ സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ നീണ്ടുന്ന തപസ്സിലൂടെ, കഠിനമായ തപസ്സിലൂടെ അദ്ദേഹം സത്യത്തെ ബോധ്യമായി. ആ സത്യം ബോധ്യമായ സമയത്ത് ആ തപസ്സിരുന്ന വൃക്ഷത്തിന്റെ ചുവട്ടില് ദിവസങ്ങളോളം അദ്ദേഹം പ്രദക്ഷിണം വെച്ചു എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട്. അതിനു മുമ്പ് അദ്ദേഹം ഈ കഠിനമായ തപസ് കൊണ്ട് ബോധരഹിതനായി കിടന്നു വീണുപോയി. കാരണം ഭക്ഷണമില്ല, വെള്ളമില്ല. അങ്ങനെ കഠിനമായ തപസ് കൊണ്ട് കാട്ടില് ആടിനെ മേയ്ക്കാൻ വരുന്ന ഒരു ഗ്രാമത്തലവനും
ഗ്രാമത്തലവന്റെ മകളും കൂട്ടുകാരികളുമാണ് ഈ സുന്ദരനായ ഈ ബോധക്ഷയനോട് കിടക്കുന്ന കാട്ടിൽ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനെ കാണുന്നത്. അദ്ദേഹത്തിന് ശുശ്രൂഷിച്ചു. അങ്ങനെ കുറച്ച് പാലൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ ബോധമൊക്കെ വീണ്ടും കിട്ടിയ ഈ സിദ്ധാർത്ഥൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കുറെ കുട്ടികളെയാണ് കാണുന്നത്. ആ കുട്ടികളോട് സംസാരിക്കുകയാണ് ആദ്യമായിട്ട്. കാരണം അദ്ദേഹത്തിന് അടക്കാൻ പറ്റില്ല. ഈ കണ്ടെത്തിയ സത്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് ആ കുട്ടികളോടാണ് സംസാരിക്കുന്നത്. ആ കുട്ടികൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാക്കുകളൊക്കെ കേൾക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ ഗ്രാമത്തലവന്റെ 16-17 വയസ്സുള്ള ആ കുട്ടി അത്ഭുതത്തോടുകൂടി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നു, അല്ലയോ ബുദ്ധ, അങ്ങ് ആരാണ്? ആ കുട്ടിയാണ് ബുദ്ധനെ ആദ്യമായിട്ട് ഈ ഒരു പേര് വിളിക്കുന്നത്. അങ്ങ് ശരിക്കും ആരാണ്? ഇത്രയും വലിയ ഗംഭീരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അങ്ങ് ആരാണ്? പിന്നീട് നാമധേയം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നു. ആദ്യമൊക്കെ ആരാലും അറിയപ്പെടാതെ ജീവിക്കാനാണ് ബുദ്ധൻ ആഗ്രഹിച്ചത്. എന്നാൽ പിന്നീട് പല രാജാക്കന്മാരും അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. എന്നാല് നമുക്കറിയാം, പിൽക്കാലത്ത് ബുദ്ധനെ പലരും വിളിക്കുന്നത് നാസ്തികൻ എന്നാണ്. നാസ്തികൻ എന്നാൽ ഈശ്വരനെ നിഷേധിക്കുന്നവൻ എന്നാണ്, അല്ലേ? ഇതെങ്ങനെയാണ് സത്യത്തെ സ്വയം സാക്ഷാത്കരിച്ച ബുദ്ധന് യോജിക്കുക? ബോധത്തെ, വേദത്തെ നിഷേധിച്ചവൻ എന്നാണ് വാക്കിനർത്ഥം. അദ്ദേഹം എത്തിച്ചേർന്നതായ തലത്തെ വിവരിക്കാൻ വാക്കുകളില്ലായിരുന്നു. അന്നത്തെ പൗരോഹിത്യവർഗം ബുദ്ധനെ ഇല്ലാതാക്കുവാൻ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം വേദത്തെ തള്ളിക്കളഞ്ഞതിനാൽ. ഓർമ്മിക്കുക, പൗരോഹിത്യം മുഴുവൻ അന്ന് നിലവിലുണ്ടായിരുന്നത് രാജാക്കന്മാരുടെ സംരക്ഷണയിലായിരുന്നു. ബുദ്ധൻ ആദ്യമൊന്നും ആരാലും അറിയപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഒരിക്കൽ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് ബിംബിസാര ചക്രവർത്തിയുടെ രഥം പോകുന്ന കണ്ടു. അദ്ദേഹം രാജാവിന്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ ഓടി ഒളിച്ചു. പക്ഷെ രാജാവ് രഥം നിർത്തി അദ്ദേഹത്തെ വീക്ഷിക്കുന്നു. സാരഥി പറഞ്ഞു, പ്രഭു, അതൊരു സാധുവാണ് പോകുന്നത്, അങ്ങനെ രഥം നിർത്താൻ പറഞ്ഞത്? പക്ഷെ ഭിക്ഷുവിന്റെ നടപ്പ് പോലെയല്ലല്ലോ, ഒരു രാജാവിന്റെ പോലെയാണല്ലോ അദ്ദേഹം നടന്നു പോകുന്നത്. അദ്ദേഹത്തെ പിന്തുടരാൻ പറഞ്ഞു. അങ്ങനെ പിന്തുടർന്ന് അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെടുന്നു. അദ്ദേഹം അനുയായിയായിട്ട് മാറുന്നു. പിന്നീട് യാഗശാലയിലേക്ക്, ബിംബിസാരന്റെ യാഗശാലയിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് പറ്റം ആടുകളെയൊക്കെ തെളിയിച്ചുകൊണ്ട് പോകുമ്പോൾ ബുദ്ധൻ ഒരു കാഴ്ച കണ്ടതിൽ മുടന്തനായ ഒരാൾ വളരെ കഷ്ടപ്പെട്ടു പോകും. ആ മുടന്തനായ ആടിനെ തോളിലേറ്റിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, അങ്ങ് എന്തിനാണ് ഈ ക്രൂരമായ കർമ്മം ചെയ്യുന്നത്? അദ്ദേഹത്തെ മനസാന്തരപ്പെടുത്തി അവസാനം അദ്ദേഹം ബുദ്ധന്റെ അനുയായിയായിട്ട് മാറുന്നു. ഒരു രാജകുമാരൻ കൂടിയായിരുന്ന സിദ്ധാർത്ഥന് വളരെ എളുപ്പത്തിൽ അനേകം രാജാക്കന്മാരെ സ്വാധീനിക്കാൻ സാധിച്ചു. അങ്ങനെ ഭാരതത്തിൽ നല്ലൊരു ശതമാനം രാജാക്കന്മാരും രാജവംശവും ജനങ്ങളും ബുദ്ധമതത്തിലേക്ക് മാറുകയുണ്ടായി. ബുദ്ധന്റെ ആശയങ്ങൾ വളരെ വേഗം രാജ്യത്ത് പ്രചരിച്ചു. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു ക്ഷേത്രമാണ് കാലത്തുണ്ടായത്. പ്രത്യേകിച്ചും ബുദ്ധന്റെ കാലശേഷം അതിന്റെ അനുയായികൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. 1000-ഓളം വർഷങ്ങള് നമ്മുടെ സംസ്കാരത്തിന് അത് വലിയൊരു അപചയമായി. ഇവർ പരസ്പരം അനുസരിച്ചു ബുദ്ധന്റെ ആശയങ്ങൾ പല രൂപത്തിലും വ്യാഖ്യാനിച്ചു വരും. അവർ തമ്മിൽ പല വിഭാഗങ്ങളായി. ഇങ്ങനെ ഒരു 1000-1200 വർഷങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ വലിയൊരു അപചയത്തിന് വിധേയമായപ്പോഴാണ് ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശങ്കരാചാര്യരുടെ അവതാരം ഈ കൊച്ചു കേരളത്തിലുണ്ടാവും. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ജനിച്ചു, 8 വയസ്സ് വരെ മറ്റാണ് അദ്ദേഹം ഇവിടെ ജീവിച്ചത്. പിന്നീട് അമ്മയെ നോക്കാനായിട്ട് ബന്ധുക്കളൊക്കെ ഏൽപ്പിച്ച് തന്റെ ഗുരുനാഥനെ അന്വേഷിച്ച് അദ്ദേഹം യാത്ര തിരിക്കുകയാണ് ഒറ്റയ്ക്ക്. അങ്ങനെ നടക്കുന്ന സമയത്താണ് കർണാടകയിൽ കൂടി ഒരു വനപ്രദേശത്തോട് നടക്കുമ്പോൾ ഈ കൊച്ചുകുട്ടി ഒരു കാഴ്ച കാണുന്നത്. കൊച്ചു ശങ്കരൻ ഒരു അവശ്യമായ ഒരു തവളയെ, ആജന്മ ശത്രുവായ ഒരു സർപ്പം വെയിലിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു നദീതീരത്ത്. അപ്പൊ അവിടെ കണ്ട ഒരു കുടിലില് ഒരു വൃദ്ധതാപസനോട് ഇതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, പണ്ട് ഋഷ്യശൃംഗ മഹർഷി തപസ് ചെയ്ത പുണ്യഭൂമിയാണിത്. അതുകൊണ്ടാണ് ആ ജന്മശത്രുക്കൾ പോലും മിത്രങ്ങളെ പോലെ ഇവിടെ കഴിയുന്നത്. കൊച്ചു ശങ്കരൻ എന്ന മനസ്സിലൊരു സങ്കല്പം ചെയ്തു, ഭാവിയില് ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു കേന്ദ്രം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആദ്യം ഇവിടെ ആയിരിക്കണം.
ഇന്നത്തെ ശൃംഗേരി മഠം ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ച അങ്ങനെ ഇവിടെയാണ്. പിന്നീട് നർമ്മദാ നദിയുടെ തീരത്ത് ഉജ്ജയിനിൽ ഓങ്കാരേശ്വരത്ത് എത്തിച്ചേരുന്നു. അവിടെ തപസ്സനുഷ്ഠിക്കുന്ന ഗോവിന്ദ ഭഗവത് പാദരെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് മാറുന്നു. 4 വർഷത്തോളം ആ ഓങ്കാരേശ്വരത്ത് അവിടുത്തെ നദീതീരത്തുള്ള ഒരു ചെറിയ ഗുഹയിൽ താമസിക്കുകയാണ്. ഇപ്പൊ അവിടെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശങ്കരാചാര്യരുടെ വലിയ സ്തൂപവും മ്യൂസിയം ഒക്കെ അനാച്ഛാദനം ചെയ്തിരിക്കുന്നതൊക്കെ. പ്രാചീന ഗുഹയൊക്കെ അവിടെയാണ്. 4 വർഷത്തോളം ഗോവിന്ദ ഭഗവത് പാദരുടെ കീഴിൽ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. ഒരു ദിവസം നർമ്മദാ നദി കരകവിഞ്ഞ് കയറി വരികയാണ്. മറ്റു ശിഷ്യന്മാരൊക്കെ പരിഭ്രാന്തിയോടെ ഇരിക്കുമ്പോൾ കൊച്ചു ശങ്കരൻ തന്റെ കമണ്ടലു കൊണ്ട് ആ ഗുഹയുടെ പടിക്കൽ കൊണ്ടുവെക്കുന്നു. കരകവിഞ്ഞു വീഴുന്ന നദി മുഴുവനും ആ കമണ്ടലുവിൽ കയറി അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് ശിഷ്യന്മാര് കണ്ടത്. കുറച്ചു കഴിഞ്ഞ് സമാധിയിൽ നിന്നുണർന്ന ഗോവിന്ദ ഭഗവത് പാദരോട് ശിഷ്യന്മാരൊക്കെ ഈ അത്ഭുതകരമായ കാഴ്ച എന്ന് പറയുകയാണ്. ശങ്കരനെ അടുത്ത് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആരാണെന്ന് പൂർണ്ണ ബോധ്യമായി. പണ്ട് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യം ജനങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭഗവാൻ വേദവ്യാസൻ എഴുതിയതാണ്. അപ്പോൾ അത്രി മഹർഷി ഒരു യാഗം ചെയ്ത സമയത്ത് അദ്ദേഹം വേദവ്യാസനെ കണ്ടുമുട്ടുന്നു. ഈ ബ്രഹ്മസൂത്രത്തിന് അങ്ങനെ ഒരു ഭാഷ്യം രചിക്കാനെന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, കരകവിഞ്ഞു വരുന്ന നദിയെ പോലും കമണ്ടലു ഒതുക്കാൻ കഴിയുന്ന ഒരു ശിഷ്യൻ ഭാവിയിൽ അങ്ങേക്കുണ്ടാവും. അദ്ദേഹം ബ്രഹ്മസൂത്രന്റെ ഭാഷ്യം രചിച്ചോളുമെന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതെനിക്കിപ്പോ ബോധ്യമായിരിക്കുന്ന ആരാണെന്ന്. അങ്ങനെ ആ കുട്ടിയെ അനുഗ്രഹിച്ച് അയക്കുകയാണ്. അപ്പൊ ഒരു ഗുരുദക്ഷിണ കൊടുക്കണം. അദ്ദേഹം വിഷ്ണു സഹസ്രനാമത്തിന്റെ ഒരു ഭാഷ്യം രചിച്ചുകൊണ്ട് ഗുരുവിന് കൊടുക്കുകയാണ്. ഇതാണ് ആചാര്യസ്വാമികൾ കൊടുക്കുന്ന ആദ്യത്തെ ഗുരുദക്ഷിണ, തന്റെ ഗുരുവിന് സമർപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം കാശിയിൽ താമസിക്കുന്നു. അവിടെയാണ് പത്മപാദരെയൊക്കെ ശിഷ്യനായിട്ട് കിട്ടുന്നത്. അതിനുശേഷം ഉത്തരകാശിയിൽ താമസിച്ച് ബ്രഹ്മസൂത്രമൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവിടെ എത്തുന്നു. ബ്രഹ്മസൂത്രത്തിലെ ചില പദങ്ങളൊക്കെ സംശയം ചോദിക്കുന്നു. വീണ്ടും പിറ്റേ ദിവസം വന്ന് സംശയം ചോദിക്കുന്നു. അങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ദിവസങ്ങളോളം അദ്ദേഹം സംശയങ്ങളൊക്കെ പലതും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശങ്കരാചാര്യർക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. കാരണം ഈ ഗ്രന്ഥം താൻ ഇവിടെ എഴുതിയിട്ട് ആർക്കും കണ്ടിട്ടും കൂടെ ഇല്ല. ഇത് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു വൃദ്ധൻ ഇവിടെ വന്ന് ഇത്രയും സംശയങ്ങളൊക്കെ ആധികാരികമായിട്ട് ചോദിക്കണമെങ്കിൽ ഇത് എഴുതിയിരിക്കുന്ന സാക്ഷാൽ വേദവ്യാസനല്ലാതെ വേറെ ആരുമല്ല. പിറ്റേന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അത് വേദവ്യാസൻ തന്നെയായിരുന്നു. അങ്ങനെ ഭഗവാൻ ശങ്കരാചാര്യ അനുഗ്രഹിച്ചുകൊണ്ട് 16 വയസ്സ് പൂർത്തിയായിരുന്ന സമയത്ത് ഇനിയൊരു 16 വർഷവും കൂടി ഇതിനൊക്കെ പ്രചരിപ്പിക്കാനുണ്ടാവുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പോവുകയാണ്. പിന്നീട് അദ്ദേഹം മണ്ഡലമിശ്രനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ വാദങ്ങളൊക്കെ നടത്തി അദ്ദേഹം ശിഷ്യനാകുന്നു. പിന്നീട് ജൈത്രയാത്ര ഭാരതം മുഴുവൻ നടത്തി. അന്നത്തെ നിലവിലുണ്ടായിരുന്ന പല മതങ്ങളെയും ഇതിലെയും ആചാര്യന്മാരെയൊക്കെ വാദത്തിൽ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിന് ആ അപചയത്തിൽ നിന്നും പുനഃസ്ഥാപിച്ച ആളാണ് ഭഗവാൻ ശങ്കരാചാര്യൻ. അതായത് ജ്ഞാനത്തിന്റെ അഭാവം കൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം അപചയം ഉണ്ടായത്. അതുകൊണ്ട് ഈ ശാസ്ത്രം, പ്രത്യേകിച്ചും ഉപനിഷത്തുക്കളിലെ ആശയങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യമാക്കി കൊടുക്കുക. അതുകൊണ്ട് അദ്ദേഹം ഉപനിഷത്തിന്റെയും അതിന്റെ സർവമായ ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ചു. പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യങ്ങൾ രചിച്ചു. ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം. പക്ഷെ ഈ കൃതികൾ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ ഈ ആകർഷിക്കുള്ളൂ എന്ന് കണ്ട അദ്ദേഹം വേറെയും ധാരാളം കൃതികൾ രചിച്ചു. നമ്മുടെ പ്രധാന 3 ആരാധനാ രീതികൾക്കനുസരിച്ചുള്ള ശൈവം, വൈഷ്ണവം, ശാക്തം ധാരാളം സ്തോത്രകൃതികൾ അദ്ദേഹം രചിച്ചു. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുന്ന മിക്കവാറും സ്തോത്രങ്ങളൊക്കെ ഭഗവാൻ ശങ്കരാചാര്യ രചിച്ചതാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടവും നമ്മൾ ചിന്തിക്കണം. കേവലം 32 വർഷമാണ് അദ്ദേഹം ഇവിടെ ജീവിച്ചത് ഭൗതിക ശരീരത്തോടുകൂടി. ഭാരതത്തിലെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം ശ്രീശങ്കരന്റെ പാതാരബിന്ദങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ബദരി, പുരി, ശൃംഗേരി, ദ്വാരക 4 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. അവിടേക്ക് ആചാര്യന്മാരെ ഏർപ്പെടുത്തി. പടിഞ്ഞാറ് ദ്വാരക, വടക്ക് ബദ്രിനാഥ്, കിഴക്ക് പുരി, തെക്ക് ശൃംഗേരി. ഈ 4 ദിക്കിൽ നിന്ന് ആചാര്യന്മാർ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും ഭഗവാൻ ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷം വലിയൊരു വൈദിക ആധ്യാത്മിക രംഗത്ത്
പതിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഭഗവാൻ ശങ്കരന് ശേഷമാണ് ശ്രീരാമാനുജാചാര്യരുടെ കാലഘട്ടം വന്നത്. പിന്നീട് ഒരു 300 വർഷങ്ങൾക്ക് ശേഷമാണ് മധ്വാചാര്യരുടെ കാലഘട്ടം ഉണ്ടായത്. വിവേകാനന്ദ സ്വാമികൾ പറയും, ഇങ്ങനെയുള്ള പ്രതിഭകളൊക്കെ പൊതുവെ തെക്കേ ഇന്ത്യയിൽ നിന്നാണ് വരിക. ഡൽഹിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് എന്താ പറയുക, സൗത്ത് ബ്ലോക്ക് എന്നാ പറയാം. പരമേശ്വരൻ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരുന്നാണ് ജ്ഞാനത്തെ ഉപദേശിച്ചത്. ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ച ആശയങ്ങളെ തന്നെ രാമാനുജാചാര്യരും മധ്വാചാര്യരും വ്യത്യസ്ത രൂപങ്ങളിൽ വ്യാഖ്യാനിച്ചു എന്ന് മാത്രം. ഇതേ ആശയം തന്നെയാണ്. ശ്രീ രാമാനുജാചാര്യരുടെ വ്യാഖ്യാനത്തെ വിശിഷ്ട അദ്വൈതം എന്നും, എന്നുവെച്ചാൽ ഈ പ്രപഞ്ചം ഈശ്വരന്റെ ശരീരമാണ്, അദ്ദേഹത്തിന്റെ അംഗമാണ്, അദ്ദേഹം അംഗിയും നാം അംഗവുമാണ്. എപ്രകാരമാണോ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമ്മുടെ ഭാഗമാകുന്നത്, അതുപോലെ നാം അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ വിശ്വം വിശ്വനാഥന്റെ ശരീരം മാത്രമാണെന്നും നാം അതിലെ ഒരു ഭാഗം മാത്രമാണെന്നും പറയുന്നു. എല്ലാം ഒന്നിന്റെ ഭാഗമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വിശിഷ്ടത്വം കൽപ്പിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിശിഷ്ട അദ്വൈതം എന്ന് പറയുന്നു. ശ്രീ മധ്വാചാര്യരുടെ വ്യാഖ്യാനം അനുസരിച്ച് ഈശ്വരൻ അമൃതം, ജഗത്ത് നശ്വരം, നിത്യമായിട്ടുള്ള അദ്ദേഹം അനിത്യമായ ജഗത്തിനെ സൃഷ്ടിച്ചു. രണ്ടും രണ്ട് സത്യങ്ങളാണ്. ഒന്ന് അമൃതമായ സത്യം, മറ്റേത് നശ്വരമായ സത്യം. ഇങ്ങനെ രണ്ട് സത്യം ഉണ്ടെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് കരണീയമായിട്ടുള്ളത് ആ നിത്യതയെ ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെ ശരണം പ്രാപിക്കുമ്പോൾ നാം ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിത്തീരുന്നു. ഇങ്ങനെ രണ്ട് സത്യങ്ങളെ അവതരിപ്പിക്കുന്നത് കൊണ്ട് ശ്രീ മധ്വാചാര്യരുടെ വ്യാഖ്യാനത്തെ ദ്വൈതം എന്നും വിളിച്ചു വരുന്നു. ഈ രണ്ട് വ്യാഖ്യാനങ്ങളുടെയും വെളിച്ചത്തിൽ, രാമാനുജാചാര്യരുടെയും മധ്വാചാര്യരുടെയും വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ ഭഗവാൻ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ അദ്വൈതം എന്ന് വിളിക്കുന്നു. വാസ്തവത്തിൽ ശങ്കരാചാര്യര് അദ്വൈതം സ്ഥാപിച്ചിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെയും വെളിച്ചത്തിൽ വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലോ ഭഗവാൻ ശങ്കരാചാര്യർക്ക് മുമ്പ് അദ്വൈതം ഇല്ലാതായി പോവില്ലേ? പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ എന്താ പറയാ, ജനറൽ ക്വസ്റ്റ്യനും ഒക്കെ ചോദിക്കും അല്ലേ വലിയ വലിയ പരീക്ഷയിൽ, അദ്വൈത മതസ്ഥാപകനാര്? അവിടെ ഭഗവാൻ ശങ്കരാചാര്യ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളേ. അദ്വൈതം സ്ഥാപിക്കേണ്ടതല്ല, അത് വേദത്തിന്റെ താല്പര്യമാണ്, സത്യമാണ്. അതിനെ അനാവരണം ചെയ്യുക മാത്രമാണ് ഋഷി ചെയ്തത്. സത്യം സ്ഥാപിക്കേണ്ട ഒന്നല്ല. വൈദിക സാഹിത്യത്തിന്റെ പശ്ചാത്തലം, ബുദ്ധമതത്തിന്റെ ആവിർഭാവം, അതിന്റെ അപചയം, അതിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിന് നേരിട്ടതായ നഷ്ടം, ഭഗവാൻ ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങൾ ഒക്കെയാണ് നമ്മൾ ചുരുക്കി ഒന്ന് സ്മരിച്ചത്. പിന്നീട് നോക്കൂ, ഇതൊക്കെ ഒരു 1200 വർഷത്തിന് ശേഷം ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അല്ലേ. 2500 വർഷം ഭഗവാൻ ബുദ്ധൻ, പിന്നീട് ഒരു 1200 വർഷം മുമ്പ് ശങ്കരാചാര്യര്, പിന്നീട് ഒരു 1200 വർഷം കഴിഞ്ഞപ്പോഴാണ് 19ാം നൂറ്റാണ്ടില് ശ്രീമദ് വിവേകാനന്ദ സ്വാമികള്, ചട്ടമ്പി സ്വാമികള്, നാരായണ ഗുരുദേവൻ, പിന്നീട് ചിന്മയാനന്ദ സ്വാമികൾ, ഇങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എല്ലാം ഒരു പരമ്പര അല്ലേ. ഭഗവാൻ ആ വാക്ക് തന്നത്, ഇവിടെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ പല രൂപങ്ങളിൽ ഇങ്ങനെ അവതരിക്കുമെന്ന് പറഞ്ഞത് വലിയ വലിയ മഹാവതാരങ്ങളല്ല, ഇതൊക്കെ അവതാരങ്ങളാണല്ലേ ഓരോ കാലഘട്ടത്തിലെ. ഋഗ്വേദ അന്തർഗതമായ ഉപനിഷത്താണ് ഐതരേയ ഉപനിഷത്ത്. എന്താ ഇങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചില ഉപനിഷത്തുകൾ ആദ്യത്തെ മന്ത്രത്തിന്റെ പേരിട്ടു, ഈശാവാസ്യം, കേനോപനിഷത്ത് ഒക്കെ. കാരണം പേരിനൊന്നും ഋഷിമാര് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇപ്പൊ ചട്ടമ്പി സ്വാമികളൊക്കെ ഒപ്പിട്ടിരുന്നത് പലപ്പോഴും ചട്ടമ്പി എന്ന് എഴുതിയിട്ടാണ്. പിൽക്കാലത്ത് ആൾക്കാരെന്നെ ചട്ടമ്പി എന്ന് വിളിക്കുമെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ. ഇതുപോലെ ഉപനിഷത്ത് ഋഷീശ്വരന്മാര്
സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും അതീതമായ ഭാവത്തിലേക്ക് ഉയർന്നവരായിരുന്നു. ഉപനിഷത്തൊക്കെ രചിച്ച ശേഷം അവരെന്ത് ചെയ്തു? അത് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. പേരെഴുതി ഒപ്പിടാൻ മറന്നുപോയി അവര്. കാരണം എന്താണ്? അവരവരുടെ സ്വയം വ്യക്തിത്വം ഇല്ലാതായ അവസ്ഥയായിപ്പോയില്ലേ? അതൊക്കെ ഉള്ളപ്പോഴല്ലേ നാമരൂപം വേണം, അത് വേണം എന്നൊക്കെ തോന്നുക. അതുകൊണ്ട് അവര് ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഇങ്ങനെയാ നമ്മുടെ ഗുരുദേവ് ചിന്മയാനസ്വാമികള് ഇതിനെക്കുറിച്ച് പറയുന്നത്. പേരെഴുതി ഒപ്പിടാൻ മറന്നുപോയവരാണ് ഋഷിമാർ. ഐതരേയ ഉപനിഷത്ത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സാണ്. തുടക്കത്തിലേ പറയാം, ഇത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സാണ്. പ്രാചീനമായ വേദമാണ് ഋഗ്വേദം. ഇതിന്റെ പിന്നില് ഒരു വൈദിക പശ്ചാത്തലമുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, മന്ത്രം, ബ്രാഹ്മണം, വേദത്തിന്റെ പ്രഥമ ഭാഗം. അന്നത്തെ കാലത്ത് കൂടുതൽ പ്രചാരവും ഇതിനായിരുന്നു. വിശാലൻ എന്ന ഒരു ബ്രാഹ്മണന് ഐതരേയൻ എന്ന പേരിൽ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. വിശാലൻ വൈദികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐതരേയൻ അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരിക്കാൻ ശ്രമിച്ചു, ഈ കുട്ടി. എന്നാൽ അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ പത്നി ഇതിനെ തടയുന്നു. വൈദിക കാലത്ത് ഒന്നിലധികം പത്നിമാർ സാധാരണമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ശ്രേഷ്ഠമായ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരുന്നതിനാലാവാം. വേറെ സന്ദർഭത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം സമ്മതിച്ചേനെ. സാധാരണ തന്നെ നമ്മളൊരു പ്രധാന കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം പുത്രന്മാരോട് പോലും മാറി നിൽക്കാൻ ചിലപ്പോൾ പറയാറല്ലേ? ഇപ്പൊ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ വിലപ്പെട്ട എന്തെങ്കിലും ഔദ്യോഗിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പൊ തന്റെ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കുവാൻ അവസരം നിഷേധിക്കപ്പെട്ട കാര്യം കുട്ടി വിഷമത്തോടെയെന്ന അമ്മയോട് പറയുകയാണ്. ഈ അമ്മയ്ക്കൊരു പേരുണ്ടായിരുന്നിരിക്കാം. എന്തായാലും വേദം അവരെ പരിചയപ്പെടുത്തുന്നത് ഇതര എന്നാണ്. വേറൊരു ഭാര്യ എന്നർത്ഥം, ഇതര. എന്തായാലും തന്റെ പുത്രന് സംഭവിച്ചതായ ഈ അപമാനം ആ മാതൃഹൃദയത്തിന് താങ്ങുവാനായില്ല. അവർ അത്യന്തം വിഷമത്തോടുകൂടി അവരുടെ കുലദേവതയായ ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഭൂമിദേവി അവിടെ പ്രത്യക്ഷമായി അമ്മയും മകനും ഭൂമിദേവിയെ നമസ്കരിച്ചു. ഭൂമിദേവി തന്റെ മടിയിൽ ആ കുട്ടിയെ ഇരുത്തി, സ്വർണ സിംഹാസനത്തിലിരുത്തി ആ കുട്ടിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഭൂമിദേവിയുടെ ഉപദേശിതായ കൊണ്ടും അമ്മ ഭൂമിയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടും ഈ കുട്ടി പിൽക്കാലത്ത് മഹീദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതരയുടെ പുത്രനായതുകൊണ്ട് ഐതരേയൻ എന്ന പേരും ഉണ്ടായി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, മഹീദാസൻ എന്ന ഉപനിഷത് ഋഷി കുശവ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. മൺകുടം ഉണ്ടാക്കുന്ന കുലത്തിൽപ്പെട്ട ഒരാളായിരുന്നു. നമ്മൾ പലപ്പോഴും ജാതീയമായ വേർതിരിവൊക്കെ കൊണ്ടുവരുമ്പോൾ ഓർമ്മിക്കുക, ഇതിനൊന്നും യാതൊരു വൈദികമായ പശ്ചാത്തലവുമില്ല. പൂജ്യ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാല്, തെരുവിലെ ചെറ്റക്കുടലിൽ പിറന്നൊരു ബാലൻ വളർന്ന മഹത്തായ ഒരു ഋഷിയായിട്ട് മാറുന്നു. വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. പിന്നീട് കാലത്തിന്റെ പ്രവാഹത്തില് പല സാമൂഹികമായ അസമത്വങ്ങളും ഒക്കെ നിലവിൽ വന്നെങ്കിലും മഹീദാസന്റെ പ്രൗഢിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. കാരണം ജ്ഞാനത്തെ ഏറ്റവും അധികം ആദരിച്ച ഒരു സംസ്കാരമാണ് നമ്മുടേത്. വേറൊരു ഉപനിഷത്തില് ഒരു കുട്ടി ഗുരുവിനെ സമീപിക്കുന്നു. ഗുരു ചോദിക്കുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത്? നിന്റെ അച്ഛൻ ആരാണ്? സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, അല്ലെ? നമ്മുടെ പരിചയം ചോദിക്കില്ലേ? കുട്ടിക്കറിയില്ല. അപ്പൊ ഋഷി പറയുന്നു, നീ പോയി നിന്റെ അമ്മയോട് ചോദിച്ചിട്ട് വരൂ.
കുട്ടി തിരിച്ചു ചെന്ന അമ്മയോട് ചോദിക്കുന്നു. ഗുരുനാഥൻ പറഞ്ഞു, അച്ഛന്റെ പേര് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു, ആരാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ യൗവനകാലത്ത് ധാരാളം ഗ്രഹങ്ങളിൽ ജോലി ചെയ്താണ് ജീവിച്ചത്. ആ സമയത്തുണ്ടായതാണ് നീ. നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ കുട്ടി അതുപോലെ ഇന്ന് ഗുരുനാഥനോട് പറഞ്ഞു. അപ്പൊ ഗുരു പറയുന്നു, നീയാണ് ബ്രാഹ്മണൻ. അതുകൊണ്ട് നിന്നെ ഞാൻ സത്യകാമൻ എന്ന് വിളിക്കുകയാണ്. സത്യം പറഞ്ഞവൻ. നമ്മുടെ ചിരപുരാതനമായ വീക്ഷണം ഇതാണ്. ഇവിടെ യാതൊരു അതിർവരമ്പുകളും ജ്ഞാനത്തിന് നാം കൽപ്പിച്ചിരുന്നില്ല. എന്ന് തന്നെയായാലും ഈ ഉപനിഷത്ത് മഹീദാസൻ എന്ന ഋഷിയുടെ പ്രഖ്യാപനമാണ്. ഭൂമി ദേവിയാൽ ഉപദേശിക്കപ്പെട്ടതും പിന്നീട് ഗുരുപരമ്പരയാൽ പ്രചരിച്ചു വന്നത്. ഈ ഉപനിഷത്ത് തുടങ്ങുന്നത് ഒരു ശാന്തി മന്ത്രത്തോടെയാണ്. എല്ലാ ഉപനിഷത്തും അങ്ങനെ തന്നെ. നമുക്കറിയാം, ഉപനിഷത്ത് വിദ്യാർത്ഥി ജിജ്ഞാസാഭരിതനാണ്. തൻ്റെ ഈ ലോകത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടോ ഉപാർജിതമായ സംസ്കാരം കൊണ്ടോ ലൗകിക അനുഭവങ്ങളുടെ നിരർത്ഥത മനസ്സിലാക്കിക്കൊണ്ടോ അദ്ദേഹം ഒരു ഗുരുവിനെ സമീപിക്കുന്നു. വളരെ ലളിതമായ രീതിയിൽ ഹിമാലയത്തിന്റെ പശ്ചാത്തലത്തിൽ പർവ്വതങ്ങളുടെ ഭീമാകാരവും അല്ലെങ്കിൽ ഗംഗാനദിയുടെ കളകളാരവും നിറഞ്ഞ വനാന്തരത്തിൽ സദാസമയവും ആത്മസ്വരൂപത്തിൽ നിമഗ്നനായ ഒരു ഋഷിക്ക് വേണ്ടതായ എല്ലാ യോഗ്യതകളോടും കൂടിയ ഒരു ഭാവത്തിലിരിക്കുമ്പോൾ വിദ്യാർത്ഥി അവിടെ ചെന്ന് വണങ്ങി നമസ്കരിക്കും. വിദ്യാർത്ഥിക്ക് വേണ്ട കുറെ യോഗ്യതകളൊക്കെ, എങ്ങനെയാണ് ഗുരുവിനെ സമീപിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. വെറും കൈയാട്ടൊന്നും ഗുരുവിന്റെ അടുക്കിലേക്ക് പോകാൻ പാടില്ലത്രേ. സമിത് പാണിപാദം അല്ലേ? എന്തെങ്കിലും കാഴ്ചദ്രവ്യങ്ങൾ. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകാൻ പാടില്ല. പ്രായമായ ആൾക്കാരെ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകാൻ പാടില്ല. കുട്ടികളുള്ള വീട്ടിൽ പോകുമ്പോൾ വെറും കൈയായിട്ട് പോകാൻ പാടില്ല. ഗുരുക്കന്മാരെ കാണുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറയും. എന്തെങ്കിലും ചെറിയ കാഴ്ചദ്രവ്യം അവർക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോ ഗുരുനാഥന്റെ അടുക്കലേക്ക് പോകുമ്പോഴും എങ്ങനെയാണ്, എന്തെങ്കിലും ഉപകാരപ്പെടുന്നതാണ് കൊടുക്കുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെയാ പോവുക, അവിടുത്തെ ടൂത്ത് ബ്രഷ് ഒക്കെ വേപ്പിന്റെ കമ്പൊക്കെയാണ്. അപ്പൊ കുറച്ച് കമ്പുകൾ, കുറച്ച് പ്ലാസ്റ്റിന്റെ അവിടെ അഗ്നിഹോത്രമൊക്കെ ചേരാൻ, അങ്ങനെയുള്ള വില പിടിച്ച സാധനങ്ങൾ അന്ന് അവർക്ക് ഉപകാരപ്പെടും. അതൊക്കെ ആയിട്ട് പോകുന്നു. അതൊക്കെ കൊണ്ടുവച്ച് സമർപ്പിച്ച് തന്റെ ആവശ്യം പറയുന്നു. അദ്ദേഹം ചോദ്യം ചെല്ലുമ്പോഴേ ചോദിക്കാൻ അനുവദിക്കില്ല. പരിചയപ്പെടുത്തി കുറെ കാലം അവിടെ ഗുരുസേവയൊക്കെ ചെയ്ത് ജീവിച്ച് അദ്ദേഹം ഉത്തമ പാത്രമാണെന്ന ബോധ്യമായാലേ ഗുരു ചോദ്യം ചോദിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ക്ഷമയുള്ള സൽപാത്രങ്ങളിൽ മാത്രമേ പണ്ട് വിദ്യകൾ പറഞ്ഞു കൊടുത്തിരുന്നുള്ളൂ. അല്ലെങ്കിലോ വിദ്യ ദുരുപയോഗം ചെയ്യുകയും അങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനുള്ള മറുപടിയാണ് ഉപനിഷത്ത് പ്രതിപാദ്യങ്ങളൊക്കെ. ഗുരു ശിഷ്യ സംവാദം. ചിലപ്പോ ഒരു ശിഷ്യനാവാം, ചിലപ്പോ 5-6 പേരുണ്ടാവാം. എന്തായാലും വലിയൊരു ജനക്കൂട്ടം ഉപനിഷത്ത് ശ്രവണത്തിനുണ്ടാവില്ല. എല്ലാവരും അതിന്റെ ശ്രവണത്തിന് അധികാരികൾ അല്ല. അതിന് ഒരു ഋഷി പരമ്പരയുടെ അനുഗ്രഹം വേണം. നമ്മൾ സെലക്റ്റഡ് ആവണം അല്ലേ? അതുകൊണ്ട് ഉപനിഷത്ത് ക്ലാസ്സിന് ആള് കുറഞ്ഞു എന്നൊന്നും ആരും വിചാരിക്കരുത്. അതിന് ഒരു പ്രത്യേക അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അതിന് ശ്രവണത്തിന് നമ്മൾ യോഗ്യരാവുകയുള്ളൂ. ഭഗവാൻ പറയുന്നു, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ. 1000-ങ്ങളിൽ ഒരുവൻ മാത്രമാണ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. അഭിമന്യ ജന്മാനസ്വാമികളുടെ പൂജ്യ തപോവൻ മഹാരാജിന്റെ അടുക്കൽ പഠിക്കുമ്പോൾ പരമാവധി 4 പേരൊക്കെയാണ് അവിടെ ശിഷ്യന്മാരുണ്ടായിരുന്നത്. കാരണം 5ാമതൊരാൾക്ക് ഇരിക്കാൻ വരാന്റെ സ്ഥലവും ഇല്ലായിരുന്നു. അത്രയും പേരെ അനുവദിച്ചിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ഗസ്റ്റുകൾ അല്ലേ, അവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ താഴെ ഇരുന്നൊക്കെ കേൾക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെ ലളിതമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമുന്നതമായ ശാസ്ത്രം ഉടലെടുത്തത്. ഒരു ഗുരു എത്ര തന്നെ ഔന്നത്യത്തിലെത്തിയാലും
ഗുരുവും മനുഷ്യനാണ്. അദ്ദേഹം ശരീരത്തോടുകൂടി ജീവിക്കുന്നവനാണ്. അദ്ദേഹം തൻ്റെ അടുത്ത് വന്നിരിക്കുന്നതായ ശിഷ്യൻ പരിമിതികൾക്ക് അതീതനാകുവാൻ ശ്രമിക്കുന്ന ശിഷ്യനാണ്. രണ്ടുപേരും ഒരുമിച്ച് സത്യത്തെ, ഈശ്വരനെ ആവാഹിക്കുകയാണ്. ഇതാണ് ഉപനിഷത്തിന്റെ ആദ്യത്തെ വിഷയം. ഗുരുവിന് തനിക്ക് അനുഭവവേദ്യമായ ഒരു കാര്യത്തെ അതുപോലെ പറഞ്ഞു കൊടുക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. നമുക്ക് എന്താണോ അറിയുന്നത് അതിൻ്റെ ഒരു കാൽഭാഗമേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതുകൊണ്ട് ഗുരു ഈ ഉദ്യമത്തിന് തന്നെ കഴിവുണ്ടാവണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ശിഷ്യൻ ഇത് കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സ് പ്രക്ഷുബ്ധമാവാതെ, പൂർവസ്മരണകൾ കടന്നു വരാതെ ശ്രദ്ധാപൂർവം ഗുരുവചനം ശ്രവിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനമാണിത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലല്ലേ? ഓരോ സമയവും ഓരോ നിമിഷവും സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമ്മൾ ജീവിക്കുന്നതേ. ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഇരുന്നത് കൊണ്ട് നമ്മുടെ മനസ്സൊന്നും അങ്ങോട്ട് പോയിട്ടില്ലല്ലേ? അപ്പൊ ആ ഇരിക്കുന്ന സമയം പൂർണ്ണമായിട്ടും വേറെ അങ്ങോട്ടും പോകരുതേ. ശ്രവണത്തിന് തങ്ങളെ സജ്ജമാക്കുവാൻ ഗുരുവും ശിഷ്യനും ഈശ്വരാനുഗ്രഹത്തെ ആവാഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ശാന്തി മന്ത്രം ആദ്യമായിട്ട് ചൊല്ലാം. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത ആവിരാവിർമ ഏധി വേദസ്യ മാണീസ്തഃ ശ്രുതം മേ മാ പ്രഹാസി അനേനാധീതേന ഹോരാത്രാൻ സന്തതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവദോ തദ്വക്താരമവദോ അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമുക്കറിയാം ഭഗവത് പ്രതീകമാണ്, വേദത്തിന്റെ ക്യാപ്സൂൾ പദമാണ്. വൈദിക കാലത്ത് അന്നത്തെ പോലെ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സർവവ്യാപ്തമായ സത്യത്തെ ഏതെങ്കിലും ചിഹ്നത്തിലൂടെ അവർ സങ്കല്പിച്ചിരുന്നത്. ഇവിടെ വൃക്ഷങ്ങൾ ഈശ്വരന്റെ പ്രതീകങ്ങളായിരുന്നു, നദി ഈശ്വരന്റെ പ്രതീകങ്ങളായിരുന്നു, അതുപോലെ വനം, സൂര്യൻ, പർവ്വതങ്ങൾ എല്ലാം ഈശ്വരന്റെ പ്രതീകങ്ങളായിരുന്നു. ഓം എന്നത് ഒരു ശബ്ദ പ്രതീകമാണ്. ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിതാം മനോമേ വാചി. എന്റെ വാക്കുകൾ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ. ഇവിടെ വാക്കെന്നതുകൊണ്ട് വാക്ക് മാത്രമല്ല, എന്റെ സകല ചലനങ്ങളും. വാക്കെന്നത് ഒരു ഉപകരണത്തിന്റെ പ്രതീകം മാത്രമാണ്. നമ്മുടെ ജ്ഞാന ഇന്ദ്രിയങ്ങളുടെ പ്രകടനങ്ങൾ, ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ പ്രകടനങ്ങൾ നമ്മുടെ അന്തരംഗത്തിന്റെ അനുഗ്രഹത്തോടെ, മനസ്സിന്റെയും ബുദ്ധിയുടെയും അനുഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുമാറാവട്ടെ. അപ്പോൾ
മനസ്സിൽ വാക്കുകൾ പ്രതിഷ്ഠിക്കപ്പെടട്ടെ. മനോമേ വാചി പ്രതിഷ്ഠിതം. എന്റെ മനസ്സ് ആ പ്രവർത്തന മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവട്ടെ. വാസ്തവത്തില് നമ്മൾ ചെവി കൊണ്ടാണ് കേൾക്കുന്നതെങ്കിലും ചെവി അല്ല കേൾക്കുന്നത്. കണ്ണുകൊണ്ടാണ് കാണുന്നതെങ്കിലും കണ്ണല്ല കാണുന്നത്, മനസ്സും കൂടെ വേണം. അതുകൊണ്ട് കരണങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ. മനോമേ വാചി പ്രതിഷ്ഠിതം. വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ, മനസ്സ് വാക്കുകളിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ. ആവിരാവിർമ ഏതി. വൈദിക സാഹിത്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായ ആ സത്യത്താൽ നാം നയിക്കപ്പെടുമാറാവട്ടെ. ആവിരാവിർമ ഏതി. മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് ഈ ഒരു സത്യത്തിന്റെ സഫലീകരണത്തിനായിട്ടാണ്. ശ്രുതം മേ മാ പ്രഹാസീഹി. നാം ആചാര്യനിൽ നിന്നും ഗ്രഹിച്ചത് ഒരിക്കലും നമ്മളെ വിട്ടുപോവാതിരിക്കട്ടെ. ശ്രുതം മേ മാ പ്രഹാസി. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവണമേ. നാം ഗ്രഹിച്ചത് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്ത് കഷ്ടാണല്ലേ. വേണ്ട സമയത്ത് ഓർമ്മ വന്നില്ലെങ്കിൽ. അനേനാധീതേനാഹോരാത്രാൻ സന്തതാമി. വ്രതം വദിഷ്യാമി സത്യം വദിഷ്യാമി. നാം പഠിച്ചത് രാവും പകലും സ്മരിക്കുമാറാവട്ടെ. അനേനാദി അഹോരാത്രാൻ. രാവും പകലും സന്തതാമി. സദാസമയം സ്മരിക്കുമാറാവട്ടെ. ജീവിത വ്യവഹാരത്തിന്റെ തിരക്കിൽ ജീവിത ലക്ഷ്യത്തെ വിസ്മരിക്കാതിരിക്കട്ടെ. ഏത് പ്രകാരത്തിലുള്ള വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴും ജീവിത ലക്ഷ്യം വിസ്മരിക്കാതിരിക്കട്ടെ. ഈ നിമിഷം നാം വീഴുകയാണെങ്കിൽ ഭഗവത് സ്മരണയോടുകൂടി ജീവൻ വെടിയണം. ആസുപ്തേ ആവൃതേ കാലേ നയേ വേദാന്ത ചിന്തയേ. ആസുപ്തി ഉറങ്ങുന്നതുവരെ, ആവൃതേ കാലി മരിക്കുന്നതുവരെ വേദാന്ത ചിന്തയാൽ സമയം ചെലവഴിക്കുമാറാവട്ടെ. ആസുപ്തി ഉറങ്ങുന്നതുവരെ, ആവൃതേ കാലേ മരിക്കുന്നതുവരെ, നയേ വേദാന്ത ചിന്തയെ. ഈ ചിന്ത ഒരിക്കലും വിട്ടുപോകാതിരിക്കട്ടെ. ഋതം വദിഷ്യാമി. ഋതം ശാസ്ത്രത്തിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും കേട്ടതിന്റെ വെളിച്ചത്തിൽ നമുക്കുണ്ടാവുന്ന നിഗമനം. ഋതം. ആ കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ബോധ്യമാണെങ്കിലും പ്രവർത്തന നേരെ വിപരീതമായപ്പോ അല്ലേ? ഋതമല്ല. ഏത് കള്ളനാണ് അറിയുന്നത് മോഷ്ടിക്കുന്നത് മോശമെന്ന്? ഇതുപോലെയാണ് പലതും നമുക്കറിയാം, എങ്കിലും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ ബലി കഴിക്കുന്നു. ഋതം, വൈദഗ്ധ്യം, പ്രൊഫഷൻസി എന്നൊക്കെ പറയാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കർമ്മപദത്തിൽ കൊണ്ടുവരണം. അപ്പൊ ഋതം എന്നാൽ ആന്തരികമായി നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കരചരണങ്ങളിലൂടെ പ്രതിഫലിക്കുമ്പോൾ അത് സത്യമായിട്ട് മാറുന്നു. ഋതം വദിഷ്യാമി. ചിന്തയ്ക്ക് അനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം. കാപട്യമില്ലാത്തതായ പ്രവർത്തനം. സത്യേന പന്ഥാം. സത്യത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുവാൻ സാധിക്കുള്ളൂ. അതാണ് മഹാത്മാഗാന്ധി പിന്നീട് പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ സത്യസന്ധതയാണ്.
അതിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. വ്രതം വദിഷ്യാമി, ഞാൻ ശാരീരികമായും മാനസികമായും നിഷ്കപടമായി എൻ്റെ സമയം ചെലവഴിക്കട്ടെ. വ്രതം വദിഷ്യാമി, സത്യം വദിഷ്യാമി, തന്വാമവദോ തത് വക്താരമവദോ, അവതു മാം അവതു വക്താരം. ഈ സത്യം നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ഇതിനെ പ്രചരിപ്പിക്കുന്നവരും അവരെയും സംരക്ഷിക്കുമാറാവട്ടെ. എന്നെ സംരക്ഷിക്കുമാറാവട്ടെ, എൻ്റെ ഗുരുവിനെയും സംരക്ഷിക്കുമാറാവട്ടെ. ഇത് 2 തവണ പറയുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെ തന്നെ ചൊല്ലണം. ശാന്തി 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 എന്ന് പറയരുത്. ഒന്ന്, നമ്മൾ ആദി ദൈവികമായ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ശബ്ദമൊക്കെ ഇത്തിരി ഉയർത്തി പറയാം. ഓം ശാന്തി. എല്ലാവരും കേൾക്കട്ടെ. പിന്നീട് എന്താണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ദുഃഖങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം? ഭൗതികമായല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് തന്നെ ബന്ധുക്കൾ ചോദിക്കുന്നത്, നിനക്ക് എന്തിനാ ഉഴപ്പായി, ഞായറാഴ്ച കിടന്ന് ഉറങ്ങിക്കൂടെ, ശാസ്ത്രം പഠിക്കാൻ പോകും അല്ലേ? കേൾക്കാം, പിന്തിരിപ്പിക്കാം. അല്ലെങ്കിലോ കൂടെ വരാമെന്ന് പറഞ്ഞ ആള്, ഇന്ന് ഞാൻ വരുന്നില്ല, വീട്ടിൽ വേറെ തിരക്കുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ? തടസ്സങ്ങൾ ഉണ്ടാവാം. അപ്പൊ ചുറ്റുപാടിൽ നിന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഭൗതികമായി. ആധ്യാത്മികം നമ്മുടെ ഉള്ളിൽ നിന്നും വരണമെന്നൊക്കെ മോഹിച്ചു. പക്ഷേ രാവിലെ എഴുന്നേൽപ്പം നല്ല പനിയാണ്, അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ. ഇനി ഇവിടെ വന്നിരുന്നാലും മനസ്സെങ്ങോട്ടോ ഓടിപ്പോകുന്നു. കാരണം എന്താണ്? രാവിലെ എഴുന്നേറ്റപ്പോഴേ ന്യൂസ് ചാനലിൽ വെച്ച് എന്തൊക്കെയോ വാർത്ത കേട്ടു, ദുരന്തങ്ങൾ. പിന്നെ മുഴുവനെ പറ്റി ചിന്തിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഉപനിഷത്തൊക്കെ ശ്രവിക്കാൻ വരുമ്പോൾ വേറൊന്നും രാവിലെ എഴുന്നേറ്റാല് വർത്തമാനം പോലും പറയരുതെന്ന് പറയുന്നത്. നമ്മള് അന്ന് അത്ര സൂക്ഷ്മമായ വിഷയമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? അത്ര ഏകാഗ്രത വേണം. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വലിയ ശത്രുക്കളുണ്ടേ നമ്മളെ. ആധ്യാത്മികം. ഈ താപത്രയങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുമാറാവട്ടെ. ഇത് ചൊല്ലിക്കഴിയുന്നതോടുകൂടി നമ്മൾ ആപേക്ഷികമായി ശാന്തരാവും. അപ്പൊ ഈ 3 വിധത്തിലുള്ള ദുഃഖങ്ങള്, അതുകൊണ്ടാണ് ഒരു സത്യാന്വേഷണി ഒരിക്കലും ആവലാതി പറയുകയില്ല, പരാതി പറയില്ല. എനിക്കത് കാരണമാണ് വരാൻ പറ്റാത്തത്, ഇത് കാരണം വരാൻ പറ്റാത്തത്, ഒന്നും എക്സ്ക്യൂസ് പറയില്ല. കാരണം അതിനെ ബോധ്യപ്പെട്ടവർക്ക് ബാക്കി എല്ലാ വിഘ്നങ്ങളും, കാരണം മെയിൻ ഉദ്ദേശം അറിഞ്ഞു വരും. ഇത് ഋഗ്വേദത്തിലെ എല്ലാ ഉപനിഷത്തുക്കൾക്കും ഈ ശാന്തി മന്ത്രം തന്നെയാണ് ചൊല്ലുന്നത്. ഒന്നുകൂടെ ശാന്തി മന്ത്രം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിത, ആവിരാവിർമ ഏധി വേദസ്യ മആണീസ്തഃ ശ്രുതം മേ മാ പ്രഹാസീ അനേനാധീതേന ഹോരാത്രാൻ സന്തതാമി. വ്രതം വദിഷ്യാമി, സത്യം വദിഷ്യാമി, തന്വാമവദോ തദ്വക്താരമവദോ, അവതു മാം അവതു വക്താരം, അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ബാക്കി നമുക്ക് നാളെ കാണാം.
രാവിലത്തെ ക്ലാസ് ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ചിലപ്പോൾ 20 മിനിറ്റൊക്കെ വൈകിയെന്ന് വരാം. ഞാൻ വാച്ച് നോക്കില്ല, ടോപ്പിക്ക് പോലെ അങ്ങോട്ട് പോകും. ആർക്കെങ്കിലും ഓഫീസിലൊക്കെ പോകാൻ അതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നും മിണ്ടണ്ട് പൊക്കോളും. കാരണം നമ്മൾ രാവിലത്തെ ടൈമാണ് അല്ലേ. പക്ഷെ രാവിലത്തെ ടൈം ആയതുകൊണ്ട് ഞാനങ്ങനെ പോകും, ഇനി പറയില്ല. പ്രത്യേകിച്ച് നാളെ നമ്മൾ എടുക്കുന്ന വിഷയം ചില ദിവസങ്ങൾ അങ്ങനെ പോകേണ്ടി വരും. ഓക്കെ, നമ്മൾ കാലദേശങ്ങളെ അതിക്രമിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ചില കൃത്യസമയത്ത് രാവിലത്തെ സെഷനേ ഉള്ളൂ കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. ആർക്ക് വേണേലും പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നിലൊന്നിരുന്നാൽ മതി വരുമ്പോൾ. ഇപ്പം പോകുന്ന വരുന്ന ആരും അറിവില്ല. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. നാളെ മുതൽ, ഇന്ന് കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ സൺഡേ ആയിട്ട് കുഴപ്പമില്ല, പക്ഷെ നാളെ മുതൽ ഉള്ള ദിവസങ്ങളിൽ. ഇനി മറ്റൊന്ന്, എല്ലാവരുടെ കയ്യിലും ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷൊക്കെ ലഭ്യമാണ്. പൂജ്യ ഗുരുദേവന്റെ അതിപ്രൗഢമായ വ്യാഖ്യാനമാണ്. ഈ ക്ലാസ് കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കണം. ഇതിലെ പദങ്ങൾ മാത്രമല്ല, വ്യാഖ്യാനം വളരെ ഹൃദ്യമാണ്. 1955 ആദ്യമായിട്ട് കോഴിക്കോട് സ്വാമിജി എത്തിയപ്പോൾ 21 ദിവസം അവിടെ ഈ ഉപനിഷത്ത്, അവിടെ ഒരു ഗണപതി ഹൈസ്കൂളുണ്ട്, ചാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ 21 ദിവസമാണ് സ്വാമിജി ഇതെടുത്തത്. അന്ന് ശ്രോതാക്കൾ എഴുതിയ നോട്ടുകൾ നോക്കി സ്വാമി തിരുത്തി എഴുതിയ ബുക്കാണത്. അന്ന് ഈ എന്താ പറയുക, ടേപ്പൊന്നും ചെയ്യുന്ന സംവിധാനം. അന്ന് നോട്ടുകളിൽ സ്വാമി പറയാറുണ്ട്, എൻ്റെ ശ്രോതാക്കളാണ് ഇതിൻ്റെ ഓതേഴ്സ്. സ്വാമിനെ കറക്റ്റ് ചെയ്തിട്ട് ബുക്ക് രൂപത്തിലാക്കിയതാണ് എൻ്റെ സമ്മറി. അന്ന് പ്രസാദമൊക്കെ തന്നെയാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു സ്വാമിജിയുടെ ഏറ്റവും ഊർജ്ജസ്വലമായി ഹിമാലയത്തിൽ നിന്നൊക്കെ വന്ന ആ സമയത്ത് എഴുതിയ അതിഗംഭീരമായ ആശയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് പഠിക്കണം. അപ്പോൾ എല്ലാവരും ബുക്ക്, പ്രത്യേകിച്ച് നമുക്ക് ഈ മന്ത്രം നമുക്ക് ഹൃദയസ്ഥമാണെങ്കിൽ, മന്ത്രം നമുക്ക് പരിചിതമാണെങ്കിൽ ബുക്ക് കൂടെ കയ്യിലുണ്ടാവണം. ആവശ്യക്കാർക്ക് അവിടെ കിട്ടണം. ഹരി ഓം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.